ഹായുടെ മക്കളെ, അഭിമിസാണ്. മക്കളെ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ കുറേയധികം പഠിക്കാനുണ്ടാവും. പക്ഷെ നമ്മളെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും ശ്രദ്ധ കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചത് മറന്നു പോകുന്നു. അല്ലെങ്കിൽ മിസ്സേ പഠിക്കാൻ കുറേ ഉണ്ട്, പക്ഷെ എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയില്ല. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസ് മിസ്സിനോട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനുള്ള സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ 4 ചെറിയ ടിപ്സ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക കേട്ടോ. സോ ക്യാൻ വി സ്റ്റാർട്ട്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് സ്റ്റെപ്പ്, അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഒരു ടെക്നിക്കാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്കിൽ ടൈം എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് വാച്ചൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. നമ്മളൊരു 30 മിനിറ്റ്സ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 hour നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ടൈം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ ടൈം പോകുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അയ്യോ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളൊരു ടൈമർ നിങ്ങളുടെ മുന്നിൽ സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിക്കാനിരിക്കുക. സോ ഈ ഒരു ടൈമർ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളിങ്ങനെ അലാം ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഫസ്റ്റ് ടെക്നിക്ക് ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 1 hour ആയിക്കോട്ടെ, നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ടൈം ഗ്യാപ്പ് കഴിയുമ്പോൾ യെസ് വി ഡിഡ് വെൽ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രീറ്റ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ട്രീറ്റ് എന്തുവാ, നമുക്ക് ഇഷ്ടമുള്ള എന്തുവാ. എപ്പോഴും ചോക്ലേറ്റ്സ് തന്നെ ആവണം എന്നില്ല. ഒത്തിരി ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഒത്തിരി ഷുഗർ ഇൻടേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ കുറേ കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ക്ഷീണം, അങ്ങനെയുള്ള ഉറക്കമൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ട് ഈവൻ നട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ഒരു ജംസ് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ അതിൽ ഓരോന്നായിക്കോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റിവാർഡായിട്ട് വെക്കുക. എന്നിട്ട് ഓരോ ടൈം ഗ്യാപ്പിലും നിങ്ങൾ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗീവ് യുവർ സെൽഫ് റിവാർഡ് അല്ലെ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക. യു ഡിഡ് വെൽ, അല്ലെങ്കിൽ യു ആർ ദ ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേഷൻ പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ആരുടെ സഹായം അപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മൾ ക്ഷീണിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വെള്ളം കുടിക്കുക. ഹൈഡ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോഴും നമുക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്കിത് ഓർത്ത് വെക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മ്യൂസിക് തെറാപ്പി. ഈ മ്യൂസിക് തെറാപ്പി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്ത് തരേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ലോ പിച്ചിലുള്ള മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം. ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഡപ്പാങ്കൂത്തൊക്കെ ഇട്ട് പ്ലേ ചെയ്യരുത്. നമുക്ക് ഇതിൻ്റെ വരി മനസ്സിലാവരുത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലുള്ള വരിയുള്ള അങ്ങനെയുള്ള മ്യൂസിക്കൊന്നും ആയിരിക്കരുത് നമ്മൾ പ്ലേ ചെയ്യുന്നത്. കൂടുതലും ലിറിക്സ് ഇല്ലാത്ത ഒരു സ്ലോ ആയിട്ട് പോകുന്ന മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ സെൽസിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. സോ നമുക്ക് ഈ ഒരു മ്യൂസിക്കിനൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് രജിസ്റ്റർ ആവും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. സോ മ്യൂസിക് തെറാപ്പി ചെയ്യുമ്പോൾ മിസ് പിന്നെയും പറയുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, വരികളുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഏത് ഭാഷയിലുള്ള ലിറിക്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് മ്യൂസിക് മാത്രമാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ഫുള്ള് തീർക്കാനുണ്ട്. പക്ഷേ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ള ഇഷ്യൂ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.